നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് ഓപ്പറേഷന് ശേഷം സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ പറയാമോ? കൈകൾ ഉയർത്താമോ? ഓപ്പറേഷന് ശേഷം സ്റ്റീൽ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ. ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു സഹോദരി. ദേഹത്ത് സ്റ്റീൽ പ്ലേറ്റ് ആണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയത് ഇതാ ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കൈയൊന്ന് വീശി കാണിച്ചാട്ടെ. അത് കയ്യിലാണെങ്കിലും, കൈ തന്നെ കാണിക്കുന്നു. നോക്ക്, ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ കയ്യിലാണ് സ്റ്റീൽ പ്ലേറ്റുകൾ ഇട്ടിരിക്കുന്നത്. വീണതിന് ശേഷമാണെന്ന് നമുക്ക് വിചാരിക്കാം. അതിപ്പോൾ തന്നെ കർത്താവിനോട് സുഖപ്പെടുത്താൻ അപേക്ഷിക്കാം. എല്ലാവരും അങ്ങോട്ട് കൈകൾ നീട്ടിവെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ. നല്ല ദൈവമേ, ആ മകളുടെ കയ്യിലെ ഈ സ്റ്റീൽ പ്ലേറ്റുകൾ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒടിഞ്ഞ് പൊടിഞ്ഞ കൈകളെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിന് ഇത് ചെയ്യാൻ കഴിയും. കർത്താവേ, എല്ലാവരും സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ക്രിസ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ അടയാളങ്ങൾ വീഴട്ടെ. ആ കുഞ്ഞിൻ്റെ കൈ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. മോളെ ആ കൈ ശക്തമായി വീശിക്കോ. കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലപോലെ വീശിക്കോ, ഉയർത്തി വീശിക്കോ, നല്ലപോലെ ഉയർത്തി വീശിക്കോ, അതിശക്തമായിട്ട് ഉയർത്തി വീശിക്കോ, അതിശക്തമായിട്ട് ഉയർത്തി വീശിക്കോ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ആ കുഞ്ഞു തന്നെ കൈകൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ഓടിച്ചെന്നപ്പോൾ സ്ലിപ്പ് ചെയ്തതാ. സ്ലിപ്പ് ചെയ്തപ്പോൾ കൈ കുത്തി റിസ്റ്റിന്റെ അവിടെ അത് കുറച്ചൊന്ന് പൊട്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതിനകത്ത് ചെറിയ 5-6 കമ്പി ഇതിനകത്തുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു. 2 കമ്പി എടുത്തു. 5 കമ്പി കൂടെ എടുക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി ദൈവം കരുത്ത് നൽകിയാൽ അത് വാങ്ങിച്ചെടുത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി. ഓ ഹല്ലേലൂയ. സകല വേദനയും വിട്ടുപോകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം. നിന്റെ പുണ്യനാമത്തിൽ മഹത്വം, നിന്റെ പുണ്യനാമത്തിൽ മഹത്വം, നിന്റെ പുണ്യനാമത്തിൽ മഹത്വം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എന്റെ കയ്യിലെ വേദന മാറ്റി തന്നതിനായിട്ട് നന്ദി. എല്ലാ അസുഖം മാറ്റി തന്നതിന് നന്ദി. യേശുവിന്റെ നാമം മാറ്റപ്പെട്ടെ, യേശുവിന്റെ നാമം മാറ്റപ്പെട്ടെ. ലവലിയുടെ ഫോൺ നമ്പർ 9496295584. എത്ര നാളായി കയ്യിൽ ഇതുപോലെ കമ്പി വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ നടന്നിട്ട്? 1 മാസം കഴിഞ്ഞു. ഈ സാധനമെല്ലാം എല്ലാവരും കേൾക്കുക. ഈ കയ്യെന്ന് വെട്ടിപ്പൊളിച്ച ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ലൗലി വന്നത്. അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ലൗലിയും ലൗലിയുടെ ഭർത്താവ് ജോയിയും രണ്ടുപേരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവര് സുഖപ്പെട്ട് അന്നാരി അത് വെട്ടിപ്പൊളിച്ചു കളഞ്ഞു. ആ ആണികളൊക്കെ ഒന്ന് ഉയർത്തി കാണിക്കുക. ഇതാണ് സ്റ്റീൽ പ്ലേറ്റുകളാണ്. അതെല്ലാം ലൗലി തന്നെ വിശ്വാസത്താൽ വലിച്ചൂരിയെടുത്തു. ലൗലി തന്നെ വിശ്വാസത്താൽ വലിച്ചൂരിയെടുത്തു എന്ന് പറഞ്ഞേ. ലൗലിയുടെ വിശ്വാസം ലൗലിയെ രക്ഷിച്ചു. ദൈവം പ്രവർത്തിക്കുകയാണ്, കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഈ കർത്താവിലേക്ക് വളരുവാൻ 1 തിമോത്തി 2:5 വചനത്തെ കാണുക. 1 തിമോത്തി 2:5 നിനക്ക് ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുവാണ് എന്ന് എഴുതിയിരിക്കുന്നു. പിശാചിനെയും ആ വചനങ്ങളെയും ഓടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്നാൽ അത് ജീവിതത്തിൽ എക്കാലവും സന്തോഷത്തിന് കാരണമാവും. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, കുറച്ചുപേര് കള്ളുഷാപ്പിലേക്ക്, കുറച്ചുപേര് പോലീസ് സ്റ്റേഷനിലേക്ക്, ഇനി കുറച്ചുപേര് അടിപിടി അക്രമങ്ങളിലേക്ക്. ഇവരെല്ലാവരും വചനപ്രകാരം യേശുവിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ